മാസി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പരിചയപ്പെടാൻ പോകുന്നത് ടെലിസോണിക് ഓഡിയോയുടെ TMS 4D എന്ന ചെറിയൊരു മിക്സറാണ്. നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. ഇതിൻ്റെ കൂടെ ഒരു AC കോഡ് ഉണ്ട്, അതേപോലെ ഒരു മിക്സർ. ഇത് രണ്ടുമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മിക്സർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇത് നമ്മളെ ഇതിലേക്ക് വരുന്നൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. അതേപോലെ ഇത് USB-ൻ്റെ ഒരു സെക്ഷനാണ്. അതാണ് ഇപ്പോൾ അതിൽ ലൈറ്റ് കത്തി കാണാൻ പറ്റുന്നത്. ഇതിൽ 2 മൈക്ക് കൊടുക്കാം നമുക്ക്. ഡയറക്റ്റ് 1, 2 മൈക്ക് 1, 2. അതേപോലെ ഇതിൽ ഈ 2 മൈക്കും പാന്ന് സപ്പോർട്ട് നമുക്ക് കൊടുക്കുന്ന മൈക്കൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ചെറിയ മിക്സറിലൊക്കെ വരുന്ന പോലെ തന്നെ ഗെയിൻ വരുന്നുണ്ട്, ഹൈ, ഒരു എക്സ്ട്രാ ലോ മിഡ് വരുന്നുണ്ട്, ഒരു ലോയും, ഒരു ഓക്സ് ഉണ്ട്, അതേപോലെ ഒരു FX-ൻ്റെ ഒരു കൺട്രോള്, പിന്നെ പാന് ലെഫ്റ്റ് റൈറ്റ് കൺട്രോളിങ്ങും വരുന്നുണ്ട്, ഒരു മാസ്റ്റർ വോളിയം, ഇത്രയും ചെയ്തിൻ്റെ ഒരു വോളിയം ഇതാണ് ഇതിൽ വരുന്നത്. ഈ 2 ചാനൽ. ഇത് നമുക്ക് ഓഡിയോ കൊടുക്കണമെന്ന് വെച്ചാൽ ഇതിക്ക് സെപ്പറേറ്റ് കൊടുക്കണമെന്ന് വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് ആയിക്കാണ്ട് യൂസ് ചെയ്യുക. അതിലും വരുന്നത് ഇതേമാതിരി തന്നെ ഫങ്ഷനും കാര്യമൊക്കെ ഇതിലും മാറ്റമല്ല. പിന്നെ 2 മാസ്റ്റർ ഔട്ട് ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ്, അതേപോലെ ഒരു ഹെഡ്ഫോൺ ഔട്ട് ഉണ്ട്, ഒരു ഓക്സ് ഔട്ട്. പിന്നെ ഇതിനടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഇക്വലൈസർ സെക്ഷനാണ്. ഇത്ര ചെറിയൊരു മിക്സറിൽ ഒരു ഇക്വലൈസറും കൂടി സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഉപകാരപ്രദമാണ് സ്റ്റുഡിയോയിലൊക്കെ ഉപയോഗിക്കാൻ. ചെറിയ സ്റ്റുഡിയോ പർപ്പസ് ഉണ്ടോ. സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു സ്റ്റുഡിയോ മനസ്സിലേക്ക് വാങ്ങണ്ട. ഇതിൽ 32 ബിറ്റ് ഡിജിറ്റൽ എഫക്റ്റർ വരുന്നുണ്ട്. അതായത് 99 ഡിജിറ്റ് വരെ നമുക്കിത് സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോകാം. ഇതിൽ 0 to 9 വരെയാണ് ഹാൾ എഫക്റ്റ് വരിക, 10 to 90 വരെ റൂം എഫക്റ്റ്. അതേപോലെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന വീഡിയോയിൽ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നമുക്ക് ഹാൾ എഫക്റ്റൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. എത്രത്തോളം ഓഡിയൻ്റെ ഔട്ടിൽ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല. ഹാൾ എഫക്റ്റ് നമുക്ക് ഡിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ഇതിൽ ഓരോ ഡിജിറ്റും നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ 22 ആണെന്ന് വെച്ചാൽ ഡിലൻ്റെ ഗ്യാപ്പിൽ കുറവേക്കരം. അത് നമ്മൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. ഇതിൽ അതേപോലെ ബ്ലൂടൂത്ത് ഇൻബിൽഡ് വരുന്നുണ്ട്. നമുക്ക് മോഡ് നോക്കിയാൽ ബ്ലൂടൂത്ത്. പിന്നീട് ഇതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ചെറിയൊരു തുടക്കക്കാർക്കൊരു സ്റ്റുഡിയോ പർപ്പസ് നോർമലായി സ്വയം റെക്കോർഡ് ചെയ്യാനൊക്കെ ഇത് കോമ്പാറ്റബിളായി ഉപയോഗിക്കാം. അത്രേ ഉള്ളൂ.